Next problem, solve the following assignment problem. AP assignment problem. A, B, C, D, 1, 2, 3, 4. 4 rows, 4 columns. So, first step, subtract the smallest element of every row from all elements of that row. First row is smallest 26 ആണ്. So, 26 കൊണ്ട് subtract ചെയ്യുമ്പം 32 minus 26, 6. 26 minus 26, 0. 35 minus 26, 9. 38 minus 26, 12. Then second row is smallest 24 ആണ്. So 24 കൊണ്ട് subtract ചെയ്യുമ്പം 27 minus 24, 3. 24 minus 24, 0. 26 minus 24, 2. 32 minus 26, 24, 8. Then third row is smallest 22 ആണ്. So 22 കൊണ്ട് subtract ചെയ്യുമ്പം 28 minus 22, 6. 22 minus 22, 0. 25 minus 22, 3. 34 minus 22, 12. Last row is smallest 10 ആണ്. So 10 കൊണ്ട് subtract ചെയ്യുമ്പോൾ 10 minus 10, 0. 10 minus 10, 0. 16 minus 10, 6. 16 minus 10, 6. First step കഴിഞ്ഞു. Then second step. Second step കോളത്തിലെ സ്മോളസ്റ്റ് കൊണ്ട് ബാക്കി എലമെന്റ്സ് subtract ചെയ്യുക. That is, subtract the smallest element of every column from all elements of that column. So first column 0 ആണ് smallest, same repeat ചെയ്യും. 6, 3, 6, 0. Second കോളത്തിൽ 0 smallest, so 0, 0, 0. Third കോളത്തിൽ smallest 2 ആണ്, so 2 കൊണ്ട് subtract ചെയ്യണം. 9 minus 2, 7. 2 minus 2, 0. 3 minus 2, 1. 6 minus 2, 4. ലാസ്റ്റ് കോളത്തിലെ സ്മോളസ്റ്റ് 6 ആണ്, സോ 6 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 12 minus 6, 6. 8 minus 6, 2. 12 minus 6, 6. 6 minus 6, 0. Then 0 അസൈൻ ചെയ്യാം. 0 അസൈൻ ചെയ്യുമ്പം ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ, ഒരു 0 ഉള്ളപ്പോൾ മാത്രം അസൈൻ ചെയ്യുക. സോ അസൈൻ ചെയ്തു, ബാക്കിയുള്ളത് കട്ട് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോയിലും കോളത്തിലും കട്ട് ചെയ്യാം. സെക്കൻഡ് റോയിൽ ഒരു 0 ഉള്ളൂ, സോ സെലക്ട് ചെയ്തു, കറസ്പോണ്ടിങ് കട്ട് ചെയ്യുക. തേർഡിലൊന്നുമില്ല, ഫോർത്തിൽ 2 ഉണ്ട്. സോ കോളം വൈസ് നോക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ ഒരു 0, സോ കട്ട് ചെയ്യുന്നു. അസൈൻമെൻറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് ബിക്കോസ് തേർഡ് റോയ്ക്ക് അസൈൻമെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് കോളത്തിന് അസൈൻമെൻറ്റ് കിട്ടിയിട്ടില്ല. സോ ടിക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നോ അസൈൻമെൻറ്റ് ഉള്ള റോ മാർക്ക് ടിക്ക് എഗൈൻസ്റ്റ് റോ വിച്ച് ഹാസ് നോ അസൈൻമെൻറ്റ്. അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് ഒന്നും ഇല്ലാത്ത തേർഡ് റോ ആണ്. സോ തേർഡ് റോയ്ക്ക് ടിക്ക് ചെയ്യുന്നു. തേർഡ് റോയ്ക്ക് ടിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് മാർക്ക് tick against the column which has 0 of tick row. അപ്പോൾ ടിക്ക് ചെയ്ത റോയിൽ 0 ഉള്ള കോളം, ഇത് സെക്കൻഡ് കോളമാണ്. സോ അത് ടിക്ക് ചെയ്യുന്നു. ആദ്യം ടിക്ക് ചെയ്തത് അസൈൻ ചെയ്യാത്ത റോ ടിക്ക് ചെയ്യുന്നു. ദെൻ ആ റോയിൽ 0 ഉള്ള ടിക്ക് ചെയ്യുന്നു. ദെൻ അതിൽ 0 അസൈൻ ചെയ്യിക്കുന്നത്, ആ കോളത്തിൽ തന്നെ 0 അസൈൻ ചെയ്തേക്കുന്നത് റോ ടിക്ക് ചെയ്യുന്നു. 3 സ്റ്റെപ്പാണ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആ 0 അസൈൻമെൻ്റ് ഒന്നും ഇല്ലാത്ത റോ ടിക്ക് ചെയ്യുന്നു. ദെൻ ആ റോയിലെ 0 ഉള്ള കോളം ടിക്ക് ചെയ്യുന്നു. ആ കോളത്തിൽ 0 അസൈൻ ചെയ്തേക്കുന്ന റോ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ടിക്ക് ചെയ്തു. ദെൻ ലൈൻ വരയ്ക്കാം. ലൈൻ വരയ്ക്കുമ്പം ലൈൻ വരയ്ക്കേണ്ടത് അൺടിക്ഡ് റോസും ടിക്ഡ് കോളം തമ്മിലാണ്. അൺടിക്ഡ് റോ, അപ്പോൾ ഇവിടെ അൺടിക്ഡ് റോ എന്ന് പറഞ്ഞാൽ ടിക്ക് ഇല്ലാത്ത റോ 2 ഉണ്ട്. സോ ആ 2 വരയ്ക്കുന്നു. ദെൻ ടിക്ഡ് കോളം 1 സോ അതിൽ ലൈൻ വരയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്
ലോവസ്റ്റ് എമംഗ് ദ എലമെന്റ് അൺകവേർഡ് ബൈ ലൈൻ. ലൈനിലില്ലാത്ത, ലൈൻ വരയ്ക്കാത്ത എലമെന്റ്സ് ഏതാണ് സ്മോളസ്റ്റ് നോക്കുക. അപ്പോൾ 6 ഉണ്ട്, 7, 6, 6, 1, 6. അപ്പോൾ സ്മോളസ്റ്റ് 1 ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സബ്ട്രാക്ട് 1 ഫ്രം ദ എലമെന്റ്സ് നോട്ട് കവേർഡ് ബൈ ലൈൻ. അപ്പോൾ ഇവിടെ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. ദെൻ ലൈനിലില്ലാത്തത് 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും. ദെൻ ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻ വരുന്നത് ആഡ് ചെയ്യും, 1 ചെയ്യണം. ഇവിടെ 6 1 ആഡ് ചെയ്യുമ്പോൾ 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 5, 0, 6, 5 എന്ന് വരും. ദാറ്റ് ഈസ് 5, 0, 6, 5. സെക്കൻഡ് റോയിൽ അപ്പോൾ അത് ലൈനുണ്ട്, ഒരു ഇൻ്റർസെക്ഷൻ ലൈനും കൂടെ വരുന്നുണ്ട്. അപ്പം 1 വരും. 3 അതുപോലെ തന്നെ 3, 1, 0, 2. ഇൻ്റർസെക്ഷൻ വരുന്നിടത്താണ് 3, 1, 0, 2. തേർഡ് റോയിൽ 1 മൈനസ് ചെയ്യണം. അപ്പോൾ 5 ഇത് അതുപോലെ തന്നെ 0, 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0, 5, 5, 0, 0, 5. ദെൻ ലാസ്റ്റ് റോയിൽ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. സോ അത് ആഡ് ചെയ്യണം. അപ്പോൾ 0, 1, 4, 0, 0, 1, 4, 0, 0, 1, 4, 0. ദെൻ 0 അസൈൻ ചെയ്യാം. അപ്പോൾ 0 അസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്യുന്നു, ബാക്കി കട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് റോയിൽ ഒരു 0 ഉള്ളൂ. സോ അത് മാർക്ക് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കട്ട് ചെയ്യുന്നു. തേർഡ് റോയിൽ ഒന്നുമില്ല. ഫോർത്തിൽ 2 ഉണ്ട്. സോ കോളംസ് നോക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ 1 ഉള്ളൂ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കട്ട് ചെയ്യുന്നു. നൗ എല്ലാ റോയിലും 0s അസൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തേർഡ് റോയിൽ അസൈൻ ചെയ്തിട്ടില്ല, ലാസ്റ്റ് കോളത്തിൽ അസൈൻ ചെയ്തില്ല. അപ്പോൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് 0 അസൈൻ ചെയ്യാത്ത റോയിൽ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ തേർഡ് റോയിലാണ് 0 അസൈൻ ചെയ്യാത്തത്, അതിൽ ടിക്ക് കൊടുക്കുക. ദെൻ ആ റോയിൽ 0s വരുന്ന കോളംസ്, അപ്പോൾ ഇവിടെ 2 0s ഉണ്ട്. അപ്പോൾ ആ 2 കോളം ടിക്ക് ചെയ്യുക. ഈ 2 കോളത്തിൽ, അപ്പോൾ 2 കോളം ഉണ്ട്. അപ്പോൾ ആ കോളത്തിൽ അസൈൻ ചെയ്തേക്കുന്ന 0 ഉള്ള റോ ടിക്ക് ചെയ്യുക. ഇതിലാണ് ഇത് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ റോ ടിക്ക് ചെയ്യുന്നു. ഇതിലാണെങ്കിൽ ഇത് ടിക്ക് ചെയ്യുന്നുണ്ട്. സോ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 5 ടിക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം ടിക്ക് ചെയ്തത് 0 അസൈൻ ചെയ്യാത്ത റോയെ അവിടെ ടിക്ക് ചെയ്യുന്നു. അതിൽ 2 0 ഉള്ളതുകൊണ്ട് 2 കോളം ടിക്ക് ചെയ്യുന്നു. ആ 2 കോളത്തിലും വരുന്ന അസൈൻമെൻറ്റ് ടിക്ക് ചെയ്യുന്നു. ദെൻ ലൈൻ വരയ്ക്കണം. ലൈൻ വരയ്ക്കേണ്ടത് അൺടിക്ഡ് റോ, ടിക്ക് ഇല്ലാത്ത റോ. അപ്പോൾ ടിക്ക് ഇല്ലാത്ത റോ ഇതാണ്, അവിടെ ലൈൻ വരയ്ക്കുന്നു. ദെൻ ടിക്കുള്ള കോളം ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇവിടെ 2 ലൈൻ വരും. ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ. ദെൻ സ്മോളസ്റ്റ് എലമെൻറ്റ് അൺകവേർഡ് ബൈ ലൈൻ 5, 3, 2, 5. സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 5 - 2, 3. ഇത് 2 ലൈനയിലാണ്. സോ അത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യും. 0, 6, 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം, 3. ദെൻ സെക്കൻഡ് റോയിൽ ഇത് ലൈനയിലല്ല, ലൈനയിലല്ലെങ്കിൽ 2 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 3 - 2, 1. ഇത് ലൈനയിലാണ്. അപ്പോൾ അത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യും. 1, 0, 2 - 2, 0. ഇത് ലൈനയിലല്ല. സോ സബ്ട്രാക്ട് ചെയ്യണം, -2. അപ്പോൾ 5 - 2, 3, 0, 0, 5 - 2, 3. ഇവിടെ 0 ലൈനയിലാണ്. ഇവിടെ 1 ഇൻ്റർസെക്ഷൻ ഓഫ് ലൈനിലാണ്. 2 ലൈനിൻ്റെയും കൂടെ കൂട്ടി മുട്ടുന്ന സ്ഥലമാണ്. സോ ആഡ് ചെയ്യണം 2. അപ്പോൾ 1 + 2, 3. ഇവിടെ ഇൻ്റർസെക്ഷൻ ആണ്, +2 ആഡ് ചെയ്യണം. സോ 6, 0. A, B, C, D, 1, 2, 3, 4.
ഇപ്പോൾ 0 അസൈൻ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് റോ നോക്കുന്നു. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ, അത് മാർക്ക് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് വരുന്നത് കട്ട് ചെയ്യുന്നു. സെക്കൻഡ് റോയിൽ 2 0 ഉണ്ട്. സോ നമ്മൾ തേർഡ് റോയിൽ ഒരു 0 ഉള്ളൂ. ഒരു 0 ഉള്ളതും മാർക്ക് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് വരുന്നത് കട്ട് ചെയ്യണം. ദെൻ ഫോർത്ത് 2 കോളം നോക്കുന്നു. കോളത്തിൽ ഒരു 0 ഉള്ളൂ, ഇത് കട്ട് ചെയ്യുന്നു. ഫോർത്ത് കോളത്തിൽ ഇത് 0. So now all columns and all rows have 0 assignment. So അതായത് എയ്ക്ക് 1 ആണ്, ബിക്ക് 4 ആണ്, സിക്ക് 3 ആണ്, ഡിക്ക് എയ്ക്ക് 2 ആണ് കൊടുത്തിരിക്കുന്നത്. എയ്ക്ക് 2, ബിക്ക് 4, സിക്ക് 3, ഡിക്ക് 1. സോ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. എയ്ക്ക് 2 കൊടുത്ത എയ്ക്ക് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ നോക്കണം. എയ്ക്ക് 2 എന്ന് പറയുന്നത് 26 ആണ്. സോ 26 പ്ലസ് ബിക്ക് 4. ബിക്ക് 4 എന്ന് പറയുമ്പോൾ ബിക്ക് 4 32 ആണ്. സിക്ക് 3 ആണ്, അപ്പം 25. ഡിക്ക് 1 ആണ്, അപ്പം 10. 26 പ്ലസ് 32 plus 25 plus 10. So answer 93 answer.